വ്യാപാർ ആപ്ലിക്കേഷനിൽ ഒരു ഐറ്റം എങ്ങനെ ആഡ് ചെയ്യുന്നു നോക്കാം. താഴെ കാണുന്ന ഐറ്റംസ് ക്ലിക്ക് ചെയ്യുക. പിന്നെ റെഡ് ബട്ടണിൽ ആഡ് ന്യൂ ഐറ്റം ക്ലിക്ക് ചെയ്യുക. ശേഷം ഐറ്റം നെയിം എൻ്റർ ചെയ്യുക. ഞാൻ ഇവിടെ സാമ്പിൾ എന്ന് എൻ്റർ ചെയ്യുന്നു. സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് അസൈൻ കോഡ് കൊടുത്തിട്ട് ഐറ്റം കോഡ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം കോഡ് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കാറ്റഗറി ന്യൂ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ന്യൂ കാറ്റഗറി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇനി പ്രോഡക്റ്റ് ആണോ സർവീസ് ആണോ എന്നുള്ളത് മുകളിൽ സെലക്ട് ചെയ്യാം. സർവീസ് ആണെങ്കിൽ സർവീസ് സെലക്ട് ചെയ്യുക, പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം വരുന്ന ഡിസ്ക്രിപ്ഷനാണ്. ആവശ്യമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുക. പിന്നെ വരുന്ന HSN കോഡ് ആണെങ്കിൽ GST ഉണ്ടെങ്കിൽ HSN കോഡ് എൻട്രി ചെയ്യുക, അല്ലെങ്കിൽ ലീവ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സെയിൽ പ്രൈസ് ആണ്. പ്രോഡക്റ്റിൻ്റെ സെയിൽ പ്രൈസ് എത്രയാണെന്നുള്ളത് എൻ്റർ ചെയ്യുക. ശേഷം പർച്ചേസ് കോസ്റ്റ് എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ലീവ് ചെയ്യുക. ശേഷം താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഐറ്റം നെയിം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്നതാണെങ്കിൽ ഐറ്റം സേവ് ആവില്ല. ഓൾറെഡി ഇവിടെ സാമ്പിൾ ഉള്ളത് കൊണ്ട് ഞാൻ സാമ്പിൾ എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു.